തൃശൂർ അതിരപ്പള്ളിയിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കി വെടിവെക്കാനുള്ള ശ്രമം തുടരുകയാണ്. 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് തിരച്ചിൽ നടക്കുന്നത്. ഉൾക്കാട്ടിലേക്ക് പോയ ആനയെ കണ്ടെത്താനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടന്നു വരികയാണ്. എസ് രാഗിനുണ്ട്. രാഗിൻ, മണിക്കൂറുകൾ എങ്ങനെ പിന്നിട്ട് പോവുകയാണ്. ആന ഉൾവനത്തിലേക്ക് വലിഞ്ഞതാണോ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നത്? ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് എന്താണ്? മസ്തകത്തിൽ പരിക്ക് കണ്ടെത്തിയ ആനയെ പിടികൂടി ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വനം വകുപ്പ് ഊർജിതമായി തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉൾക്കാട്ടിലാണ് ആനയുള്ളത്, അതുകൊണ്ട് നിരീക്ഷണം അല്പം ബുദ്ധിമുട്ടായിരിക്കുകയാണ്. എങ്കിലും 4 സംഘങ്ങളായി അല്ലെങ്കിൽ 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആന ചില ഇടത്ത് ഉണ്ടെന്നുള്ള സൂചനകൾ ലഭിക്കുന്ന ഘട്ടത്തിലേക്ക് അവിടേക്ക് അങ്ങോട്ട് പോകുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ 4 ഡാർട്ടിംഗ് ടീം, അതായത് മയക്കുവെടി വയ്ക്കുന്നതിനുള്ള 4 ടീമിനെയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ടീം തന്നെയാണ് പ്രധാനപ്പെട്ട ടീം. അതോടൊപ്പം അത്തരം കാര്യങ്ങൾ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ഇപ്പോൾ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് കാലടി പ്ലാന്റേഷനാണ്. അതിൽ ഈ റബ്ബർ മരങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ന് പറയുന്നത് ഉൾക്കാടാണ്. അതായത് ആന ആദ്യം ഉണ്ടായിരുന്നത് അതിരപ്പള്ളി മേഖലയിലായിരുന്നു. അതിനുശേഷം ഒരു തുരുത്തിലേക്ക് വന്നു. തുടർന്ന് ഈ കാലടി പ്ലാന്റേഷൻ മേഖലയിലേക്ക് കയറിയിരിക്കുകയാണ്. അത് ഉൾക്കാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തി ഇക്കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അല്പം ശ്രമകരമായിട്ടുള്ള ദൗത്യം തന്നെയാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 തരത്തിൽ ഡാർട്ട് ചെയ്യാമെന്ന് നേരത്തെ ഡോക്ടർ അരുൺ സക്രെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് സർപ്രൈസ് ഡാർട്ടിങ്, അതായത് അവിചാരിതമായി അല്ലെങ്കിൽ ഒരു സർപ്രൈസായ രീതിയിൽ മയക്കുവെടി വെച്ച് കാര്യങ്ങൾ നീക്കുക. അതോടൊപ്പം തന്നെ ചേസ് ചെയ്ത് ചെയ്യുക. പക്ഷേ ഇവിടെ ചേസ് ചെയ്ത് അക്കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും മറ്റ് സർപ്രൈസ് ഡാർട്ടിങ് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആദ്യം നിരീക്ഷിക്കണം. സ്വാഭാവികമായിട്ടും മയക്കുവെടി വയ്ക്കുമ്പോൾ ആന അല്പം ഒന്ന് പരിഭ്രാന്തനായി ഓടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ഏരിയ കൂടി ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ ഇത് ചെയ്യാൻ കഴിയാതെ പോയത് നമ്മൾ കാണുന്നതാണ് അതിരപ്പള്ളി മേഖല. അതിരപ്പള്ളി മേഖലയിൽ തൊട്ടിപ്പുറത്ത് പുഴ, ചാലക്കുടി പുഴ, അതിനവിടെ തുരുത്തുണ്ട്. തുരുത്ത് വെള്ളം നിറഞ്ഞ പ്രദേശം ആണ് പിന്നീടുള്ളത്. മയക്കുവെടി വെച്ചാൽ ആന ഒരു പക്ഷേ കൂടുതൽ പരിഭ്രാന്തരായി വെള്ളത്തിലേക്കൊക്കെ ഓടുകയും ഒക്കെ ചെയ്യാം. അത് ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടി നോക്കുന്നത്. ആത്യന്തികമായിട്ട് ആനയ്ക്ക് ചികിത്സ കൊടുക്കുക എന്നതാണ് ഇവിടുത്തെ ലക്ഷ്യം. അല്ലാതെ ആനയെ റീലൊക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പിടികൂടുക അല്ലെങ്കിൽ അത്തരം നടപടികളല്ല ഇവിടെ. ചികിത്സ നൽകുക എന്നതാണ്. അതുകൊണ്ട് ആനയ്ക്ക് ആ തരത്തിൽ ഒരു ഉചിതമായിട്ടുള്ളൊരു അവസ്ഥയിൽ എത്തിച്ച ശേഷം മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മയക്കുവെടി വെച്ച് ഈ മസ്തകത്തിൽ ഉണ്ടായിരിക്കുന്ന മുറിവ് അത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിട്ടുള്ളതെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആന ഈ മേഖലയിലൊക്കെ തന്നെ വന്നിരുന്നു. എന്തായാലും ഇപ്പോഴും ദൗത്യം തുടരുക തന്നെയാണ്. ഓണാണ്. 5:30 വരെ ഈ കാര്യങ്ങൾ നീക്കും. ഇല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഈ കാര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് ഇപ്പോൾ വനം വകുപ്പിന് മുന്നിലുള്ള ഒരു പദ്ധതി.